കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാജൂബിലി വർഷത്തിൽ 2000 കേരള കത്തോലിക്ക സഭ ആഗോള സഭയ്ക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ് ലോഗോസ് കിസ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ ലോഗോസ് കിസ് അതിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിലേക്ക് 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഈ സിൽവർ ജൂബിലി വർഷത്തിൽ ലോഗോസ് കിസ് മത്സരം കൂടുതൽ അർത്ഥവത്താക്കാൻ, വചനം കൂടുതലായി ധ്യാനിക്കാൻ, പഠിക്കാൻ, പ്രാവർത്തികമാക്കാൻ ഈ അവസരം വിനിയോഗിക്കാൻ നിങ്ങളെ എല്ലാവരെയും ഈ ലോഗോസ് കിസിൻ്റെ പഠന ശിബിരത്തിലേക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ലോഗോസ് കിസിനായി പ്രഖ്യാപിക്കപ്പെട്ട വിവിധ വിഷയങ്ങൾ, പ്രത്യേകമായി ലോഗോസ് ക്വിസിന് വേണ്ടി കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റി നമുക്ക് മുന്നോട്ട് വച്ചിരിക്കുന്ന ന്യായാധിപന്മാർ, പ്രഭാഷകൻ, ലൂക്ക എഴുതിയ സുവിശേഷം, അതേപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഈ 4 പുസ്തകങ്ങളിലെ പഠനഭാഗങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുന്നു, ധ്യാന വിഷയമാക്കുന്നു. ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ നാം ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നുചേരുന്നു. എല്ലാവർക്കും ഈ പഠന ശിബിരത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. ഈ വർഷത്തെ ലോഗോസ് ക്വിസിൻ്റെ ആദ്യത്തെ വചന പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഗിലെയാദുകാരനായ ജെഫ്ത എന്നുള്ള ന്യായാധിപനെയാണ്. ജെഫ്തായെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 10ാം അധ്യായം 6 മുതൽ ആണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ജെഫ്തായുടെ വിവരണം അവസാനിക്കുന്നത് 12ാം അധ്യായം 7ാം വചനത്തിലാണ്. ജെഫ്തായുടെ ന്യായപാലനത്തെക്കുറിച്ചുള്ള വിവരണം അദ്ദേഹത്തിൻ്റെ മരണത്തോടെ സമാപിക്കുന്നു. ജെഫ്തായുടെ തിരഞ്ഞെടുപ്പ്. ജെഫ്തായെ എപ്രകാരം കർത്താവ് ന്യായാധിപ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളത് ഈ 10ാം അധ്യായത്തിൽ നാം അതിൻ്റെ കാര്യകാരണങ്ങൾ വിവരിച്ച് കേൾക്കുകയാണ്. എല്ലായ്പ്പോഴും പുതിയ ന്യായാധിപനെ സമൂഹത്തിന് മുൻപിൽ കർത്താവ് പരിചയപ്പെടുത്തുക ഇസ്രായേൽ മക്കളുടെ തിന്മ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഉയരുന്നത് കണ്ടുകൊണ്ടാണ്. അതും ഇവിടെയും ആ വചനം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2ാം അധ്യായം 11ാം വചനം, 3ാം അധ്യായം 12ാം വചനം, 10ാം അധ്യായം 6ാം വചനം. ഇപ്രകാരമാണ് നാം വായിക്കുക: ഇസ്രായേൽ വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തു. ഇസ്രായേൽ കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ, തൻ്റെ ജനത്തെ പീഡനത്തിന് ഏൽപ്പിച്ച് കൊടുക്കുന്നു. ഇപ്രകാരം ഇസ്രായേൽ ജനം പീഡനത്തിന് ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഇവിടെ പീഡിപ്പിക്കുക 2-3 അയൽ രാജ്യങ്ങളാണ്. കാരണം അവർ അയൽ രാജ്യത്തെ ദേവന്മാരെ ആരാധിക്കുന്നു. അപ്രകാരം ഇസ്രായേലരെ പീഡിപ്പിക്കാൻ വേണ്ടി കർത്താവ് അമോന്യരെ സഹായിക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ കർത്താവ് അമോന്യരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇപ്രകാരം ഇസ്രായേൽ ജനം പീഡനങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോയപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിക്കുന്നു: ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക, ഇക്കുറി ഞങ്ങൾ രക്ഷിക്കുക മാത്രം ചെയ്യുക. ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു. ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥന എത്തുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം വീണ്ടും കവിഞ്ഞൊഴുകുന്നു. 10ാം അധ്യായം 17ാം വചനം ഒരു യുദ്ധകാഹളമാണ് നാം കേൾക്കുക. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങുന്നു, അവർ ഗിലെയാദിൽ താവളം അടിക്കുന്നു. അപ്പോൾ അമ്മോന്യർ ഗിലെയാദിൽ താവളം അടിക്കുന്നത് കണ്ടപ്പോൾ ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറയുന്നു:
അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ ആയിട്ടുള്ളത്. ഇപ്രകാരം അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കാൻ കർത്താവിൻ്റെ ചൈതന്യത്താൽ ആത്മാവിനാൽ പ്രേരിതനായി തീർന്ന ഒരുവനായിരുന്നു ജഫ്ത. ഇതാണ് ജഫ്തായെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം ജഫ്തായുടെ തെരഞ്ഞെടുപ്പിന് ഉള്ള സാഹചര്യം ഇപ്രകാരമാണ് വിവരിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായാധിപനായ ജഫ്തായെക്കുറിച്ച് 4 കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുക. ഒന്നാമതായി ഗിലെയാദുകാരനായ ജഫ്ത, 2 ശക്തനായ സേനാനിയായിരുന്ന ജഫ്ത, 3 വേശ്യാപുത്രനായിരുന്ന ജഫ്ത, 4 ഗിലെയാദ് ആയിരുന്നു ജഫ്തായുടെ പിതാവ്. ഈ 4 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജഫ്തായുടെ ജന്മസ്ഥലമായിട്ട് പറയുക ഗിലെയാദാണ്. ഗിലെയാദിൽ നിന്ന് തൊട്ട് മുൻപേ ജഫ്തായ്ക്ക് മുൻപുള്ള ജായിർ എന്നുള്ള ന്യായാധിപനും 22 വർഷക്കാലം 10-ാം അധ്യായം 3-ാം വചനം 22 വർഷക്കാലം ന്യായാധിപ സ്ഥാനം ഏറ്റെടുത്ത് നടത്തിയ ജായിർ ഗിലെയാദിൽ നിന്നുള്ളവനായിരുന്നു. ഗിലെയാദിൽ നിന്ന് പ്രശസ്തനായ മറ്റൊരു വ്യക്തി വചനത്തിൽ നാം കാണുക ഏലിയ പ്രവാചകൻ ഗിലെയാദ് ദേശത്ത് നിന്ന് ഉള്ള ഒരുവൻ ആയിരുന്നു. ഇവിടെ ജഫ്തായുടെ ജന്മദേശം ഗിലെയാദ് എന്ന് പ്രത്യേകമായി വീണ്ടും രേഖപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ജഫ്തായുടെ സവിശേഷതയായി പറയപ്പെടുക അവൻ ശക്തനായ ഒരു സേനാനി ആയിരുന്നു എന്നുള്ളതാണ്. ഇതിന് തൊട്ട് മുൻപ് 6-ാം അധ്യായത്തിൽ ഗിദെയോനെക്കുറിച്ച് നാം പഠിച്ചതാണ്. ഗിദെയോനെക്കുറിച്ചും ജഫ്തായെക്കുറിച്ചും പറയപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഇപ്രകാരമാണ് അത് രേഖപ്പെടുത്തി വയ്ക്കുക. അതായത് ജഫ്തായെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഗിബോർ ഹയിൽ. ഗിബോർ ഹയിൽ എന്നുള്ള ഹീബ്രു പദം അത് ഗിദെയോനും നൽകപ്പെട്ടതായി കാണുന്നു. ശക്തനായ സേനാനി ആയിട്ടാണ് ജഫ്ത കടന്നു വരിക. മൂന്നാമതായിട്ട് ജഫ്തായെക്കുറിച്ച് പറയുന്നത് അവനൊരു വേശ്യാപുത്രനായിരുന്നു എന്നുള്ളതായിരുന്നു. അവിടെ പിതാവിൻ്റെ പേര് പറയപ്പെടുന്നു, മാതാവിൻ്റെ പേര് പറയുന്നില്ല. ജഫ്തായുടെ ജീവിതത്തിലെ ഒരു വലിയ കരുനിഴലായിട്ട് അവൻ വേശ്യാപുത്രനാണ് എന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഗിലെയാദ്, ജഫ്തായുടെ പിതാവിൻ്റെ പേര് ഗിലെയാദ് എന്ന് പറയുന്നു. ആ ഗിലെയാദ് ദേശത്തിൽ നിന്ന് ഗിലെയാദ് എന്നുള്ള പേരുള്ള ഒരുവൻ്റെ പിതാവാണ് ജഫ്തായുടെ പിതാവ്. 11-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ വീണ്ടും ജഫ്തായെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ ലഭ്യമാവുക. 1-ാമത്തെ വചനഭാഗത്ത് അവൻ വേശ്യാപുത്രനായിരുന്നു എന്നതിൻ്റെ ഒരു വിശുദ്ധീകരണവും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഫലങ്ങളും ഈ 2-ാമത്തെ വചനഭാഗത്ത് കുറച്ചുകൂടി വിപുലമായി നമുക്ക് ലഭിക്കുന്നു. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ഇവിടെ നാം കാണുന്ന അന്യ സ്ത്രീയുടെ മകനാണല്ലോ എന്നുള്ളത് വളരെ ശക്തമായ ഒരു ഭാഷയായി ഇവിടെ അവതരിപ്പിക്കുന്നു. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന അബിമലേക്കിൻ്റെ വിവരണത്തിന് വളരെയേറെ സാമ്യം പുലർത്തുന്ന മറ്റൊരു വിവരണമാണ് ഇവിടെ ജഫ്തായിൽ നാം കാണുക. അബിമലേക്ക് അമ്മയുടെ കുടുംബത്തിൽ വളർന്നു വന്നവനായിരുന്നുവെങ്കിൽ ഇവിടെ ജഫ്ത പിതാവിൻ്റെ ഭവനത്തിൽ വളർന്നു വന്നവനാണ്. പിതാവിൻ്റെ ഭവനത്തിൽ വളർന്നു വന്ന ജഫ്ത, പിതാവ് പക്ഷേ അവനെ ഉപേക്ഷിച്ച് കളയുന്നില്ല, അവനെ തിരസ്കരിക്കുന്നില്ല. അവിടെ അവൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് അവനെ തിരസ്കരിച്ച് ഏറ്റുപറയുക. 11-ാം അധ്യായം 3-ാം വചനം: അപ്പോൾ ജഫ്ത
തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. വീണ്ടും ആരാണ് ജെഫ്ത എന്ന ചോദ്യത്തിന് വീണ്ടും ഉള്ള ഒരു ഉത്തരമായി, വിശദീകരണമായി ഈ 3-ാമത്തെ വചനം നിലകൊള്ളുന്നു. അപ്പോൾ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങൾ ജെഫ്ത എന്നുള്ള ന്യായാധിപനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്കായി നൽകുന്നുണ്ട്. ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇത് നാം ദാവീദിൻ്റെ ജീവിതത്തെ നമുക്ക് മുൻപിൽ പുനരവതരിപ്പിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലും നാം ഇപ്രകാരം ഒരു ചിന്ത കാണുന്നുണ്ട്. സാവൂളിനാൽ ആട്ടി ഓടിക്കപ്പെട്ട ദാവീദ് സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നാം കാണുന്നു. വീണ്ടും ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ള മക്കളെ, ഇസ്മായേലിനെയും മറ്റുള്ളവരെയും കുടുംബത്തിൽ നിന്ന് സമ്മാനങ്ങൾ കൊടുത്തുവിടുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ജെഫ്ത തോബ് എന്ന സ്ഥലത്ത് പോയി താമസിക്കാൻ, ഗിലെയാദ് എന്നുള്ള സ്ഥലത്ത് നിന്ന് മാറി തോബ് എന്നുള്ള സ്ഥലത്ത് ജെഫ്ത എത്തിച്ചേരുന്നു. അവിടെ വീണ്ടും ഒരു നെഗറ്റീവ് ക്യാരക്ടറൈസേഷൻ, ഒരു സ്വഭാവ സവിശേഷതയായിട്ട് ഒരു നെഗറ്റീവ് കമൻ്റ് നമുക്കായി നൽകപ്പെടുന്നു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അവിടെ ജെഫ്തായുടെ ലീഡർഷിപ്പിൻ്റെ ശക്തി നെഗറ്റീവ് വചനങ്ങളിലൂടെ ആണെങ്കിലും അവിടെ ശക്തിയോടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം വചനം, അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. ഈ വചനം 10-ാം അധ്യായത്തിൻ്റെ സാഹചര്യത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 10-ാം അധ്യായം 6 മുതൽ അമ്മോന്യർ ആയിട്ടുള്ള യുദ്ധത്തെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ്, ഒരു ചരിത്രപരമായ ഒരു റെഫറൻസ് ഇവിടെ നൽകപ്പെടുന്നു. അതായത് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി വന്നത് ജെഫ്ത ഇപ്രകാരം തോബ് എന്ന സ്ഥലത്ത് താമസിച്ച് നീച സംഘവുമായി കൂടിച്ചേർന്ന് ജീവിക്കുന്നതിന് ഇടയിലാണ്. 5-ാം വചനം, അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ഈ വചനം വളരെ പ്രത്യേകമായി ജെഫ്തായുടെ നേതൃത്വ പാടവത്തെ വിശുദ്ധീകരിക്കുകയും ആട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ജെഫ്ത തോബ് എന്ന സ്ഥലത്ത് നീചസംഘത്തോടെയാണ് കഴിയുന്നതെങ്കിലും ജെഫ്തായുടെ ആധികാരികത, ജെഫ്തായ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി ഈ വചനത്തെ കണക്കാക്കാവുന്നതാണ്. 11-ാം അധ്യായം 6-ാം വചനം, അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ഇവിടെ ജെഫ്തായുടെ നേതൃത്വ പാടവത്തെ അംഗീകരിച്ചുകൊണ്ട് ഗിലെയാദിലെ നേതാക്കന്മാർ, ശ്രേഷ്ഠന്മാർ വന്ന് തങ്ങളുടെ നേതാവായി തീരുവാൻ ജെഫ്തായെ ക്ഷണിക്കുന്നു. ഇവിടെ ദൈവികവും മാനുഷികവുമായ 2 കാര്യങ്ങൾ, ദൈവികമായും മാനുഷികമായും ജെഫ്തായുടെ നേതൃത്വത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ശ്രേഷ്ഠന്മാർ സംസാരിക്കുന്നത്. ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പും അതോടൊപ്പം മാനുഷികമായ ഒരു സമ്മതവും ഇവിടെ ജെഫ്തായ്ക്ക് നൽകപ്പെടുന്നു. 7-ാമത്തെ വചനത്തിൽ ജെഫ്ത വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. 2-ാമത്തെ വചനത്തിൽ നാം കണ്ടു, സഹോദരങ്ങളാണ് ഗിലെയാദിന് സ്വഭാര്യയിൽ ജനിച്ച മക്കളാണ് ജെഫ്തായെ തള്ളിപ്പറഞ്ഞത് എന്ന് നാം കാണുമ്പോൾ 7-ാമത്തെ വചനത്തിൽ ജെഫ്ത ശ്രേഷ്ഠന്മാരോട് പറയുന്നു, ജെഫ്തായെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിൽ, സഹോദരങ്ങൾ ജെഫ്തായെ പുറത്താക്കിയതിൽ അവിടെ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർക്കും ഒരു പങ്ക് ഉണ്ടെന്ന് ജെഫ്ത വെളിപ്പെടുത്തുന്നു.
രണ്ടാമതായി ജഫ്ത ചോദിക്കുന്ന ചോദ്യം, അത് കർത്താവായ ദൈവം ഇസ്രായേൽക്കാരോട് 10-ാമത്തെ അധ്യായം 11-ാം വചനത്തിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. കർത്താവ് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചതല്ലേ? ആ ചോദ്യത്തിന് സദൃശ്യമായി അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ എന്ന് ജഫ്ത ചോദ്യം ചെയ്യുന്നു. ഇപ്രകാരം ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ജഫ്ത വയ്ക്കുന്ന 2 ചോദ്യങ്ങളാണ് 7-ാമത്തെ വചനത്തിൽ നാം കാണുക. 7-ാമത്തെ വചനത്തിൽ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വയ്ക്കപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ശ്രേഷ്ഠന്മാർ ജഫ്തായ്ക്ക് നൽകുന്ന മറുപടി വളരെയേറെ ശ്രദ്ധേയമാണ്. കാരണം 6-ാമത്തെ വചനഭാഗത്ത് ജഫ്തായോട് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറയുക, അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് മാത്രമാണ്. ഇവിടെ നീ നയിക്കുകയും ഞങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യും എന്നുള്ള ജഫ്തായോട് അവർ പറഞ്ഞ കാര്യം 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠന്മാർ പറയുന്നു, നീ ഞങ്ങളോട് കൂടെ വരണം, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, നീ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായിരിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ തങ്ങളുടെ നല്ല നല്ല വാക്കുകളിലൂടെ ജഫ്തായ്ക്കായി നൽകപ്പെടുന്ന ഉറപ്പിലൂടെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ ഒരു നല്ല നേതാവായി, തങ്ങളുടെ രക്ഷകനായി അവതരിപ്പിക്കുന്നു നാം ഈ കാണുന്ന 8-ാമത്തെ വചനഭാഗത്ത്. 9-ാമത്തെ വചനഭാഗം ജഫ്തായുടെ നേതൃത്വ പാടവത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒന്നാണ്. അത് നാം നേരത്തെ കണ്ട 10-ാം അധ്യായം 18-ാം വചനത്തിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ്. കാരണം അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനാണ് അധിപനായി, ലീഡറായി മാറുക എന്നുള്ളത് ഇവിടെ വീണ്ടും ജഫ്ത ഉറപ്പിച്ച് പറയുന്നു. ഇവിടെ കർത്താവ് എന്നെ സഹായിക്കും, കർത്താവിൻ്റെ കൃപാവരത്താൽ ഞാൻ നിങ്ങളുടെ നേതാവായി തീരും, അതിനായി ഞാൻ അമോന്യരോട് പോരാടി അവരെ തോൽപ്പിക്കും എന്ന് ജഫ്ത ഉറപ്പ് നൽകുന്നു. 9-ാമത്തെ വചനഭാഗത്ത് നാം കണ്ട ദൈവികവും മാനുഷികമായ വശത്തെ, അവിടെ ജഫ്തയാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ഈ ദൈവികമായ മാനുഷികമായ വശത്തെക്കുറിച്ച് സംസാരിക്കുക. 10-ാമത്തെ വചനത്തിൽ ശ്രേഷ്ഠന്മാർ ദൈവികമായ മാനുഷികമായ വശങ്ങളെക്കുറിച്ച് ജഫ്തായ്ക്ക് ഉറപ്പ് നൽകുന്നു. ശ്രേഷ്ഠന്മാർ പറയുന്ന പ്രകാരം കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. 3-ാമനായി കർത്താവ് ഈ സംഭവമെല്ലാം, ഈ ഒരു ഉടമ്പടി കർത്താവ് ശ്രവിക്കുന്നു. അവിടെ ദൈവികമായ വശവും ശ്രേഷ്ഠന്മാർ പിന്നീട് ജഫ്തായുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, നീ പറയുന്നത് പോലെ ഞങ്ങൾ നിറവേറ്റും എന്ന്. 11-ാമത്തെ വചനം ആദ്യത്തെ വചനങ്ങളുടെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ കൺക്ലൂഷനായിട്ട് നിലകൊള്ളുന്ന ഒരു വചനമാണ്. ശ്രേഷ്ഠന്മാരുടെ ഇംഗിതമനുസരിച്ച് ശ്രേഷ്ഠന്മാരോടൊപ്പം പോകുന്നു, ജനം അവനെ നേതാവായി സ്വീകരിക്കുന്നു. മിസ്പായിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിക്കുന്നു. ഈ വചനഭാഗത്ത് നാം കണ്ട 3 സ്ഥലങ്ങൾ, 1 ഗിലെയാദ്, 2 തോബ്, 3 മിസ്പ എന്നീ പ്രദേശങ്ങളിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്.